കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. പലപ്പോഴും ചില തണലുകൾ നഷ്ടപ്പെടുമ്പോഴാണ് ആ തണലുകളിലൂടെ ലഭിച്ച ഊഷ്മളത നാം തിരിച്ചറിയുക. അപ്പോഴേക്കും തിരിച്ചെടുക്കുവാൻ സാധിക്കാത്ത വിധം അത് നഷ്ടപ്പെട്ടിരിക്കും. പിന്നെ കൈവിട്ടു പോയതിനെ ഓർത്ത് നൊന്തു കരയുവാൻ മാത്രമായിരിക്കും വിധി. പ്രത്യേകമായ വിളിയും ദൗത്യവും പത്രോസിനുണ്ടായിരുന്നു. പ്രത്യേകമായ കരുതലും സ്നേഹവും ഗുരു അവന് നൽകി. ഒരു അത്ഭുതത്തിലൂടെയാണ് അവൻ വിളിക്കപ്പെടുക. അവൻ്റെ പേര് മാറ്റി അവനെ കേപ്പ ആക്കിയതും സ്വർഗത്തിൻ്റെ താക്കോൽ അവനെ ഏൽപ്പിച്ചതുമെല്ലാം അതുകൊണ്ടുകൂടിയാണ്. ഗുരു ആരാണെന്ന് അവന് വെളിപ്പെട്ട് കിട്ടിയിരുന്നു. അവനെ എപ്പോഴും ഗുരു ചേർന്ന് നടക്കാൻ അനുവദിച്ചിരുന്നു. പക്ഷേ ഗുരുവിനെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവൻ നടക്കുന്നത് വളരെ അകലെയാണ്. കൂടെ കൂട്ടായിരിക്കുമെന്ന് സ്വപ്നം കണ്ട ഗുരു കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും നാൾ താൻ കൂടെ നടത്തിയത് വെറുതെയായല്ലോ എന്നറിയുമ്പോൾ ഗുരുവിൻ്റെ ഉള്ളം എത്രമാത്രം ഒരുക്കിക്കാണും. ശരിയാണ്, ഇത്രയും കാലം ഗുരു അവൻ്റെ കൂടെയുണ്ടായിരുന്നു. പക്ഷേ അവൻ ഗുരുവിൻ്റെ കൂടെ ആയിരുന്നില്ല. അവൻ പലപ്പോഴും അവൻ്റെ സുരക്ഷിതമായ അകലങ്ങളിലായിരുന്നു. എൻ്റെയും വിധി ഇതുതന്നെ. കൂടെയുണ്ടായിട്ടും പലരുടെയും പല നന്മകളും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുമ്പോഴേക്കും കൂടെയുണ്ടാകണം എന്നില്ല. എൻ്റെ കൂടെയുള്ള സ്വർഗങ്ങളെ തിരിച്ചറിയുവാനുള്ള കണ്ണുകൾക്ക് വേണ്ടി കൈകൾ ഉയർത്താം.